മൈ ഡിയർ ഫ്രണ്ട്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പോൺ എത്രത്തോളം നമ്മൾ പോൺ വാച്ച് ചെയ്യുന്നതിൽ അഡിക്റ്റഡ് ആണ്, പോണോഗ്രഫി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് 2-3 പോയിന്റുകളിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന കൊച്ചുകൂട്ടുകാർ, പ്രായമുള്ളവർ, ഏത് പ്രായത്തിലും ഈ പോണോഗ്രഫി കാണുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, ഇത് നിർബന്ധിതമായിട്ട് നമ്മളിത് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ്, അതായത് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ പഠിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി മാറ്റി വെച്ചതിന് ശേഷം സെൽഫായിട്ടാ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണോഗ്രഫിക്ക് നമ്മൾ അഡിക്റ്റഡ് ആണോ, പോണോഗ്രഫി കാണാൻ അല്ലെങ്കിൽ പോൺ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പല ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ വഴുതി മാറി അത് വേണ്ട എന്ന് പറഞ്ഞ് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോണിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2, നമ്മുടെ പെരുമാറ്റങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. അതായത് നമുക്ക് ഈ പോൺ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും, എനിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, കാരണം ഇത് ആരും കാണാതെയാണ് നമ്മളിത് വാച്ച് ചെയ്യുന്നത്, ആരുടെയും മുന്നിലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറ്റബോധമുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നുള്ള കുറ്റബോധമുണ്ട്. പക്ഷേ അതിതീവ്രമായ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് വാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇത് നമ്മൾ ഏത് സ്റ്റെപ്പുകൾ എടുത്താലും, ഈവൻ നമുക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുള്ള സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമല്ലാതെ നമ്മൾ പരാജിതരായിട്ട് തീരുന്ന സാഹചര്യം 2ാമത്തെ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പെരുമാറ്റങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പോൺ അഡിക്റ്റഡ് ആയിരിക്കും. 3, നമ്മുടെ ചിന്തകളിലുള്ള മാറ്റമാണ്. അതായത് ഏത് സമയത്തും പോൺ കണ്ടന്റുകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മൾ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ മറ്റേത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഇത് വലിയൊരു പ്രശ്നമായിട്ട് തീരും. നമുക്കൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഇതുപോലെയുള്ള തോട്ട് പ്രോസസ്സുകളായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നത് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോൺ കാണുന്നു അല്ലെങ്കിൽ പോൺ കണ്ട് അതിന് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംതൃപ്തി ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പുതിയ കണ്ടന്റുകൾ നമ്മൾ അന്വേഷിച്ച് കടന്നു പോകും. അപ്പോൾ ഇങ്ങനെ കണ്ടന്റുകൾ അന്വേഷിച്ച് അതിലും സംതൃപ്തി വരാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ദ്വയാർത്ഥത്തോടെ സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ TV ഷോസിലാണെങ്കിലും പല ദ്വയാർത്ഥത്തോടു കൂടിയ കോമഡി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ലിറ്ററലി അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പറയുമ്പോൾ അതിനകത്ത് ഒരു ആസ്വാദനമുണ്ട്. അതായത് ചിലപ്പം ബോഡി ഷെയ്മിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സെക്ഷുവലി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഉള്ളടക്കമുള്ള ഒരു തോട്ടായിരിക്കാം പറയുന്നത്. പക്ഷേ അത് ലിറ്ററലി അതുപോലെ ആയിരിക്കില്ല പറയുന്നത്, അതിന് മറ്റെന്തെങ്കിലും ഒരു അർത്ഥം കൂടെ കാണും. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ അതിലൂടെ അതിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിലേക്കും ദ്വയാർത്ഥങ്ങളുടെ സംസാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള തമാശകൾ കേൾക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളത് പറയുക, ഇതെല്ലാം നമ്മുടെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മദ്യം, മയക്കുമരുന്ന്, ഇതുപോലുള്ള മറ്റ് പല അഡിക്ഷൻസ് ഉണ്ട്. ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ ചികിത്സ വളരെ പ്രയാസകരമായിട്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ തന്നെയാണ് പോണോഗ്രഫി അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ കയ്യിൽ ഫോണുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ സെർച്ച് ചെയ്തിട്ടുള്ള ഫോണുകളാണ് കൊടുക്കുന്നതെങ്കിൽ അവരത് കാണാനോ അവരതിലേക്ക് അറിയാതെ പോകാനോ സാധ്യത കൂടുതലാണ്. നമ്മൾ നന്നായി പോകണം അല്ലെങ്കിൽ നമ്മളെ ശക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഉത്തരവാദിത്വ ബോധമുള്ള ആരെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു മെൻറ്റർ നമുക്ക് വേണമെന്നുള്ള കാര്യം, ഒരു ഉപദേശകൻ നമുക്കുണ്ടായിരിക്കണം. അവരോട് നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അത് നമുക്ക് സഹായവുമാകും. 2, മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പഠനത്തിൽ പിന്നോട്ട് പോകുന്ന കുട്ടികൾ എന്ന് ടീച്ചർമാർ പല കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 8ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചു, ഇപ്പോൾ 9ഉം 10ഉം ഒക്കെ എത്തിയപ്പോഴത്തേക്കിനും തീരെ പഠിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അവർ ഇതുപോലുള്ള ഏതെങ്കിലും കണ്ടന്റുകൾ അവർ വാച്ച് ചെയ്യുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാൻ അവരുടെ മാതാപിതാക്കളോടും നിങ്ങളും ടീച്ചേഴ്സിനും അതിനുള്ള റെസ്പോൺസിബിലിറ്റി വളരെ അധികമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് പോൺ വാച്ച് ചെയ്യുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് സാധിക്കാതെ വരിക, വിഷാദം, ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി, മറ്റ് മാനസിക പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മടി,
ഇതുപോലുള്ള പല പ്രശ്നങ്ങളാണ് ഈ പോണോഗ്രഫി അല്ലെങ്കിൽ പോൺ വീഡിയോ കാണുന്നതിലൂടെ, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിലൂടെ അവരവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയ കൂട്ടുകാരെ, മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ തനിച്ചല്ല എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നമുക്ക് കരയേറി വരാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ബൈബിളിലൊരു വാക്യമുണ്ട്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത്. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇപ്പോഴും അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ദൈവത്തോടും ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തുക. ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. ഇതിൽ നിന്ന് എനിക്ക് കരയേറി പോവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങളും ദൈവവുമായിട്ട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ വചനമാണ് ബൈബിളിൽ നിന്നൊരു വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യമാണ്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ദയവായി ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പെടാതെ സന്തോഷമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. See you next time. Bye-bye.